രാഹുൽ പറയുന്നത് ഇതൊക്കെ ഉഭയകക്ഷി ബന്ധപ്രകാരമാണ്, അനുവാദമില്ലാതെയല്ല എന്നൊക്കെയാണ്. ഇനിയിപ്പോൾ അനുവാദം ഉണ്ട് എന്ന് തന്നെ ഇരിക്കൂ. അങ്ങനെ എന്താണ് സൗഹൃദം സ്ഥാപിക്കുന്നതിൽ അല്ലെങ്കിൽ അത് ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകുന്നതിലൊക്കെ ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി പ്രശ്നം തോന്നിയിട്ടുണ്ടോ? ഒരു പിഴവ് സംഭവിക്കുന്നുണ്ടോ? അത് ശരിയാണോ രാഹുൽ? നമ്മൾ ജെൻസിൽ നമ്മുടെ തലമുറയുണ്ട്, നമുക്കൊരു വാല്യൂ സിസ്റ്റം ഓഫ് കോഴ്സ് ഉണ്ട്. അല്ല, ഞാൻ അതിനകത്ത് നിങ്ങൾ കേൾക്കുന്ന കഥകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുകൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ പോയി കഴിഞ്ഞാൽ ആ ആളുകളോട് ചെയ്യുന്നൊരു അനീതിയായി പോകും. ഇപ്പോൾ ഏറ്റവും അധികം ഈ ആരോപണങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രചരിക്കപ്പെട്ട ഒരു കാര്യമാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകളെ രണ്ടുപേരുടെ കാര്യം ഞാൻ കേട്ടില്ല കേട്ടോ. രണ്ടുപേരുണ്ടോ? ഓക്കെ, രണ്ടുപേരുടെ ഒരാളുടെ ഞാൻ പറയുന്ന ഒരാളുടെ ഒരു മുൻ MP-യുടെ മകളോട് ഞാൻ മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വളരെ എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി ഉപദ്രവിച്ചു എന്നുള്ളതാണ് അന്തരീക്ഷത്തിലുള്ള വാർത്ത. എന്നിട്ട് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് നേരെ ഇതൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ ഈ പറയുന്ന സൂചനകൾ വെച്ചിട്ട് ഞാൻ പേരിലേക്കും കൂടെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് പോകാത്തത് ഞാൻ പറയുന്നത് അപ്പുറത്തെ ആ കുട്ടിയുടെ ഒരു ജീവിതമില്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് പറയാവുള്ളൂ. ആ കുട്ടിക്കൊരു ജീവിതമില്ലേ? ആ കുടുംബത്തിൻ്റെ ഒരു ജീവിതമില്ലേ? നിങ്ങൾ പേരൊന്നും പറയുന്നില്ല, നിങ്ങളിങ്ങനെ കൃത്യമായ സൂചനയാണ് പറയുന്നത്. അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവർക്ക് വന്നിട്ട് നിങ്ങൾ പേര് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളിങ്ങനെ ഒരു വൃത്തികെട്ട സൂചനകൾ ഇങ്ങനെ കൊടുക്കുകയാണ്. ആ ആളാണെന്ന് നമുക്ക് ഉറപ്പാണ്. നിങ്ങൾ പറയുന്ന ആരോപണവുമായി അടിസ്ഥാനമുള്ളൊരു കാര്യം പോലുമില്ല. ആ ആളുമായിട്ട്, അതായത് ആ നേതാവുമായിട്ട് എനിക്കിപ്പോഴും നല്ല ബന്ധമുണ്ട്. ഇപ്പോഴും ഈ ദിവസവും നല്ല ബന്ധമുണ്ട്. ഈ അടുത്തിടയ്ക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിശേഷം ഡിസംബറിലാണെന്ന് എൻ്റെ ഓർമ്മ, ഞാൻ വിളിച്ച് ആശംസകൾ പറഞ്ഞിട്ടുണ്ട് ഈ ഡിസംബറിൽ. ഇനി പോട്ടെ, ഒരു ഉദാഹരണം കൂടെ പറയാം. അത് ഞങ്ങൾ തമ്മിലുള്ള സ്വകാര്യമായ സംഭാഷണമാണല്ലോ. മെയ് മാസത്തിലാണെന്ന് എൻ്റെ ഓർമ്മ, മെയ്യിലോ ജൂണിലോ അദ്ദേഹം നേരിട്ട് നടന്നൊരു സംഘടന, ആ സംഘടനയുടെ പരിപാടിക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട അതിഥികളിൽ ഒരാളായിട്ട് എന്നെ അദ്ദേഹത്തിൻ്റെ വീടിനോടടുത്തുള്ള പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. രാഹുൽ ഇത് വെറുതെ പറയുന്നതാണോ ഇതെല്ലാവരും? അത് ഞാൻ ചോദിക്കുന്നത് ആ ആള് രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആ ചോദ്യത്തിന് മറുപടി പറയാം. ഇതൊന്ന് പറയട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഈ വ്യക്തിയും ഞാനും കൂടെ ഒന്നിച്ചിരുന്ന ഒരു പത്രസമ്മേളനം നടത്തിയാലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂ? അത് നടത്താൻ പറ്റുമോ? എങ്ങനെ നടത്തുക? ആ ആൾക്കൊരു ജീവിതമില്ലേ? അല്ലെങ്കിൽ നിങ്ങളങ്ങ് പേര് പറയുന്ന ഒരാൾ വന്ന് പത്രസമ്മേളനം നടത്തും, എങ്ങനെ പ്രൂവ്? ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അന്തരീക്ഷത്തിൽ ഇങ്ങനെ കുറെ ആരോപണങ്ങൾ ഇന്ന ആളുകളിലേക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്തു. എൻ്റെ ഈ വിഷയങ്ങൾക്കകത്തുള്ള വിഷമം മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാവരും ഒന്നും പറയുന്നില്ല, ചിലരെങ്കിലും ആ ഒരു നിലവിട്ട് പോയിട്ടില്ല എന്നുള്ള സംശയം ഞാൻ ചോദിക്കുക. ഞാൻ ചോദിക്കുന്നത് വെറുതെ അല്ല. ഒരു പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു, ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയോട് ഞാൻ മിസ്ബിഹേവ് ചെയ്തു. ഒരു മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ. അങ്ങേക്കും ആ കഥ അറിയാമല്ലോ, സ്റ്റേജിൽ വെച്ച് മിസ്ബിഹേവ് ചെയ്തു എന്നാണ് കഥ, അല്ലേ? എന്നോട് ഇത് ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു കഥ കേട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏത് മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ? ഇങ്ങനെ മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊന്നും ബന്ധമില്ല. മാത്രമല്ല, ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുമായിട്ടും അങ്ങനൊരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പുള്ളി അന്വേഷിച്ചതിന് ശേഷം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടു. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ്? എനിക്ക് തന്നെ അവരെ പരിചയമുണ്ട്. ഞാൻ അവരെ വിളിച്ചിട്ട്, എനിക്കിത് നേരിട്ട് ചോദിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ ചോദിച്ചു, രാഹുലിനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നേരിട്ടറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, വേദിയിൽ വെച്ച് മിസ്ബിഹേവ് ചെയ്തു എന്ന കഥ നിങ്ങൾ ഒരുമിച്ചൊരു വേദിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ പറഞ്ഞു. നിങ്ങൾ പറയുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഞാനും ജീവിതത്തിൽ ഒരു വേദിയിൽ പങ്കെടുക്കുകയോ ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഹായ് ഹലോ കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാത്ത ഒരാളെ പറ്റിയിട്ടാണ് നിങ്ങൾ ഈ ആരോപണം പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ആ സ്ത്രീ ആണെന്നുള്ള പേര് അന്തരീക്ഷത്തിലെല്ലാം ഉണ്ട്. ആ സ്ത്രീക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവർ വന്നിട്ട് പത്രസമ്മേളനം നടത്താൻ പറ്റുമോ? അതും കഥയുടെ എൻ്റെ എന്താണ്? പ്രതിപക്ഷ നേതാവിന് പരാതി കൊടുത്തു. പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.